ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 7.2 ആണ്. അപ്പോൾ +2 മാത്തമാറ്റിക്സിലെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസ് ആണ്. അപ്പോൾ അതിനകത്തെ 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി 19 മുതൽ അങ്ങോട്ട് ചെയ്യാം. 39 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ e⁻²x−1 ഡിവൈഡഡ് ബൈ e⁻²x+1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനകത്തുനിന്ന് ഒരു e⁻x നമ്മൾ പുറത്തെടുക്കണം. അപ്പോൾ e⁻x എന്നൊരു e⁻x പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ബാലൻസ് e⁻x വരും. പിന്നെ എന്താണ്, -1 ആണ് കിടക്കുന്നത്. അപ്പോൾ 1/e⁻x വരും. അതിനെ നമുക്ക് e⁻x എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ, ഇനി താഴെ എടുത്തു കഴിഞ്ഞാൽ e⁻x വരും. e⁻x പുറത്ത് ഇൻറ്റു e⁻x പ്ലസ് ആരാണ് ഇനിയുള്ളത്. ഇനി നമ്മൾ 1/, എന്താണ്, അഗെയിൻ e⁻x എന്ന് തന്നെ വരും. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമ്മുടെ ഇൻ്റഗ്രൻ്റ് ആയിട്ട് ഇപ്പോൾ കിടക്കുന്ന ആരാണ്, e⁻x ഡിവൈഡഡ് ബൈ e⁻x പ്ലസ് e⁻x dx. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണ്, നമുക്ക് ഇതിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്താണ്, അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ യു ആയിട്ട് എടുക്കുക. അതിന് u = e⁻x പ്ലസ് e⁻x. ദെൻ du എന്തെന്ന് വരും, e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x വരും. ഇനി e⁻xൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ -e⁻x എന്ന് തന്നെ വരും. ദെൻ ഇവിടെ എന്താണ്, dx. അപ്പോൾ നമുക്ക് d എന്തെന്ന് കിട്ടി, e⁻x എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് അതാണ് ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് എന്താണ്, അതിന് ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ യു. ദെൻ ഇപ്പോൾ നമുക്ക് എന്താണ്, 1/u du എന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ 1/u du എന്താണ്, log u ആണ്. log mod u പ്ലസ് c എന്ന് എഴുതാം. ദെൻ log u എന്താണ്, നമ്മൾ എടുത്തത് എന്തായിരുന്നു, e⁻x പ്ലസ് e⁻x പ്ലസ് c. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് e⁻²x−e⁻²x ഡിവൈഡ് ബൈ e⁻² പ്ലസ് e⁻². നമുക്ക് സിമിലർ ക്വസ്റ്റ്യൻ ആണ്, തൊട്ട് മുൻപ് ചെയ്ത അതേപോലത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, e⁻²x മൈനസ് e⁻² ഡിവൈഡഡ് ബൈ e⁻² പ്ലസ് e⁻² dx. ഇവിടെ നമുക്ക് എന്താണ്, ഡയറക്റ്റ് എടുത്താൽ മതി. ഇപ്പോൾ e⁻² പ്ലസ് e⁻² ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, നമുക്ക് ഒരു ടീന്ന് എടുക്കാം. സോ dt ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, e⁻²ൻ്റെ e⁻² എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ്, dt നമ്മൾ കാണുമ്പോൾ e⁻² ആണ്. അപ്പോൾ e⁻² എന്ത് വരും, 2 ഒന്നും കൂടി വരും. ദെൻ ഇനി ഇവിടെ എന്തുട്ടുള്ളത്, e⁻² മൈനസ് 2 ഇൻറ്റു e⁻². അപ്പോൾ ഇനി എന്താണ്, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്, നമ്മുടെ ന്യൂമറേറ്റർ ആണ്, പക്ഷേ എന്താണ്, രണ്ടും 2 കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, 2നെ പുറത്തെടുക്കാം. അപ്പോൾ dt/2 ഇൻറ്റു e⁻² മൈനസ് e⁻² dx അങ്ങനെ എഴുതാം. അപ്പോൾ എന്താണ്, നമുക്ക് dt/2 ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ന്യൂമറേറ്ററാന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തെന്ന് കൂട്ടിയാം, ഇതെന്താണ്, ഇത് t ആണ്. ഞാൻ ആ 1/2 പുറത്തെഴുതാണ്, dt. അഗെയിൻ ഇതെന്തായിരിക്കും, ഇൻ്റഗ്രൽ 1/t dt എന്താണ്, ലോഗ് ആയിരിക്കും. log mod t പ്ലസ് c ആയിരിക്കും. 1/2 പുറത്തുണ്ട്. ഇനി എന്താ ചെയ്യുക, നമുക്ക് ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. log e⁻²x പ്ലസ് e⁻² പ്ലസ് c ദെൻ 1/2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ tan സ്ക്വയർ 2x-3 എന്നാണ് വരുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ tan സ്ക്വയർ 2x-3. ഇവിടെ തന്നിട്ടുള്ള എന്താണ്,
ടാൻ സ്ക്വയർ 2x മൈനസ് 3 dx ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് ടാൻ സ്ക്വയർ എക്സ് ആണ്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എന്താണ് സീക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ സീക്സ് സ്ക്വയർ എക്സിന് പകരം 2x മൈനസ് 3 പിന്നെ എന്താണ് -1 dx എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിവിടെ നിന്നോട്ടെ, ഇത് നമുക്കറിയാം. ദെൻ ഇനി ഇതെന്താണ്, ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ കൂട്ട് ചെയ്ത് കൊടുക്കുക. u ഈക്വൽ ടു 2x മൈനസ് 3 എന്ന് കൊടുക്കുക. ദെൻ du ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താ വരിക? du ഈസ് ഈക്വൽ ടു 2dx എന്ന് വരും. 2dx. അപ്പോൾ എന്താണ്, നമുക്ക് ഇതിനെ യു എന്ന് പുട്ട് ചെയ്യൂ. അപ്പോൾ എന്താ സിക്സ് സ്ക്വയർ യു എന്ന് കിട്ടി. സിക്സ് സ്ക്വയർ യു. ദെൻ എന്താ ഡി എക്സിന് പകരം നമുക്ക് du/2 എന്ന് പുട്ട് ചെയ്യാം. du/2. അപ്പോൾ ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ യു ഡി യു എന്തുവാണ്? അപ്പോൾ ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ ഇവിടെ എന്താണ് യു ഡി യു ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1/2 പുറത്തെടുക്കാം. ഇതിൻ്റെ സിക്സ് സ്ക്വയറിൻ്റെ എന്താണ്, സിക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വരിക ടാൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ടാൻ യു എന്ന് എഴുതാം. കളറൊന്ന് മാറ്റാം നമുക്ക്. അപ്പോൾ ടാൻ യു എന്ന് എഴുതാം. പിന്നെന്താ ഉള്ളത് അതിൽ? ഇവിടെ നമ്മൾക്ക് എന്തായിരുന്നു -1 ഇല്ലേ. അപ്പോൾ -1 dx എന്താണ് വരിക? എക്സ് ആണ് വരിക. പ്ലസ് ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കിനി യുവിന് നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ടാൻ എന്ത് വരും? 2x മൈനസ് 3 മൈനസ് എക്സ് പ്ലസ് സി ഇവിടെ /2 എടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സിക്സ് സ്ക്വയർ 7 മൈനസ് 4x ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നമുക്ക് 7 മൈനസ് 4x ഡയറക്റ്റ് ഒരു ടീന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -4 എന്ന് വരും. 4dx എന്ന് വരും. അപ്പോൾ നമുക്ക് 4dx വേണ്ട, dx ഈക്വൽ ടു എന്തെന്ന് പുട്ട് ചെയ്യാം നമുക്ക്? -4 dt/4 എന്ന് എടുക്കാം. അപ്പോൾ എന്താ വരിക? ഇവിടെ സിക്സ് സ്ക്വയർ ടി ഡി ടി -1/4 പുറത്തെഴുതാം. ഇപ്പോൾ ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ ടി എന്താണ്? അഗെയിൻ അത് ടാൻ എക്സ് ആണ്. സോ ടാൻ ടി ആണ്. നമുക്ക് അവിടെ 7 മൈനസ് 4x എന്ന് പുട്ട് ചെയ്യാം. 1/4 ഉണ്ട്, -1/4. അപ്പോൾ ആൻസർ എന്താണ്? -1/4 ഇൻറ്റു ടാൻ 7 മൈനസ് 4x പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ 4x. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് സൈൻ ഇൻവേഴ്സ് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ എന്താണ് ഒരു യു എന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്താണ് ഡെറിവേറ്റീവ്? (1/1 മൈനസ് എക്സ് സ്ക്വയർ ആണ് വരിക. ഇവിടെ ഡി എക്സും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ഡയറക്റ്റ് കിട്ടി? എന്ത്? dx/√1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ഡി യു ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ സൈൻ ഇൻവേഴ്സിനെ നമ്മൾ എന്താണ് യു ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ആൻസർ വരിക? u²/2 എന്ന് വരും. ആൻസറിൽ u² ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്ന് വരും. ദെൻ u²നെ നമുക്ക് എന്താണ്, നമ്മൾ ആരെയാണ് യു ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? സൈനെയാണ്. അപ്പോൾ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് (2) പ്ലസ് സി. ഇതാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തെന്താണ്? 2 cos x മൈനസ് 3 sin x ബൈ 6 cos x പ്ലസ് 4 sin x. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം.
നമ്മുടെ ക്വസ്റ്റ്യൻ 2 cos x മൈനസ് 3 sin x ഡിവൈഡഡ് ബൈ എത്രയാ 6 cos x 4 sin x 6 cos x പ്ലസ് 4 sin x. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു 2 പുറത്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ആദ്യം എന്താ ഇവിടെ വരിക, ഇവിടെ ഈ 4ഉം 6ഉം നമുക്ക് മായ്ച്ച് കളയാം. അവിടെ എന്ത് വരും, ഇവിടെ 3 ആവും. 1/2 പുറത്തെഴുതുകയാണ് കേട്ടോ. 3 cos x പ്ലസ് 2 sin x എന്നാവും. എന്നിട്ട് എന്താണ്, നമ്മൾ ഡിനോമിനേറ്ററിനെ അങ്ങോട്ട് എടുക്കും. എന്താണ് 2 sin x പ്ലസ് 3 cos x ഇസ് ഈക്വൽ ടു എന്താണ് ഒരു യു എന്ന് എടുക്കുക. അപ്പോൾ എന്താ വരിക, ഡി യു ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും 2 cos x മൈനസ് 3 sin x dx എന്ന് വരും. അപ്പോൾ എന്താണ് 2 cos x മൈനസ് 3 sin x dx. അതാണ് നമ്മുടെ എന്ത് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് അതിനെ ഡി യു എന്ന് വിളിക്കാം. 1/2 പുറത്തെഴുതുക. നമ്മളെന്താണ് ഇതിന് യു എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/u ഡി യു എന്ന് വന്നു. അപ്പോൾ എന്താ വരിക, ലോഗ് യു 1/2 ഇൻറ്റു ലോഗ് മോഡ് യു പ്ലസ് സി എന്നാ വരിക. സോ നമ്മൾ എന്താണ്, അപ്പോൾ നമ്മൾ യുവിന് എന്താ എടുത്തിട്ടുണ്ടായിരുന്നേ, അത് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. 1/2 ഇൻറ്റു ലോഗ് 2 sin x പ്ലസ് 3 cos x പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. നെക്സ്റ്റ് അടുത്തെന്താണ് 1/cos square x ഇൻറ്റു 1 മൈനസ് tan x ദ ഹോൾ റേസ് ടു 2 എന്നാണ് വരുന്നത്. എന്താണ് 1/cos square x ഇൻറ്റു 1 മൈനസ് tan x ദ ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കെന്താണ് 1 മൈനസ് tan എക്സിനെ ഒരു യു എന്ന് കൊടുക്കുക. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 1 മൈനസ് tan എക്സ്. ദെൻ ഇനി എന്താണ് ഡെറിവേറ്റീവ് ഓഫ് tan എക്സ് എന്താണ്, അത് സീക്സ് സ്ക്വയർ മൈനസ് ഉണ്ട്, മൈനസ് സീക്സ് സ്ക്വയർ എക്സ് ആണ് വരിക. ഇപ്പോൾ എന്താ വരിക, ഡി യു ഇസ് ഈക്വൽ ടു ഇങ്ങനെ വന്നു, മൈനസ് 6 സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് 6 സ്ക്വയർ എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മുടെ ഇൻ്റഗ്രൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ 1/cos square x ഡി എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് 6 സ്ക്വയർ എക്സ് എന്ന് എഴുതാം. മനസ്സിലായോ, 6 സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എന്താണ് 1 മൈനസ് tan x ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ പുറത്തിട്ടു. അപ്പോൾ എന്താ വരിക 6 സ്ക്വയർ എക്സ് ഡി എക്സ് അതായി നമ്മുടെ എന്ത് മൈനസ് ഡി യു. എന്താണ് മൈനസ് ഡി യു ആണ്. ഇനി എന്തുട്ടാണ് ഇവിടെ, ഇപ്പോൾ നമ്മളെന്താണ് യു എന്നാണ് എടുത്തത്, 1 മൈനസ് tan എക്സിനെ നമ്മൾ യു എന്നാണ് എടുത്തത്. അപ്പോൾ എന്താ വരിക, ഇവിടെ യു സ്ക്വയർ വരും. ഇനി എന്താ വരിക, ഇപ്പോൾ ഇൻറ്റഗ്രൽ യു റേസ് ടു മൈനസ് 2 എന്നാണ് വരുന്നത് ഡി യു. ഒരു മൈനസ് ഉണ്ടാവും പുറത്ത് നമ്മൾ എഴുതി. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക -2 പ്ലസ്, അതായത് ഇ റേസ് ടു -1 യു റേസ് ടു -1 ഡിവൈഡ് ബൈ -1 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു -1. അപ്പോൾ ഇനി നമുക്ക് 1/u പ്ലസ് സി എന്ന് എഴുതാം. ഇനി ആ യുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക 1/1 മൈനസ് tan x പ്ലസ് സി എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് cos റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് എന്താണ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു എത്തുന്നെടുക്കാം, ഒരു ടി എന്നെടുക്കാം. ഇതെന്താ സാധനം, എക്സ് റേസ് ടു 1/2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ടി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/2 എന്ന് എഴുതി ഞാൻ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരിക 1/2 ഇൻറ്റു എക്സ് റേസ് ടു -1/2 എന്ന് വരും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം 1/2 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി എന്താണ്, ഇപ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ ഇൻ്റഗ്രൻ്റിൻ്റെ ഉള്ളിലുണ്ട്, അതായത് ഡി എക്സ് ബൈ എന്താണ് റൂട്ട് എക്സ് ഉണ്ട് അവിടെ. സോ നമുക്ക് എന്താണ് 2dt എന്ന് എഴുതാം. അതിന് 2dt ഈസ് ഈക്വൽ ടു 1/√x dx എന്ന് എഴുതാം. എന്നിട്ട് അതിനെന്താണ് ഈ 2dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ കോസ് റൂട്ട് എക്സിനെ നമ്മൾ എന്താണ് കോസ് ടി എന്ന് എഴുതാം. കോസ് ടി ഡി ടി ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ കോസ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സൈനാണ്. ഇൻ്റഗ്രൽ കോസ് ടി ആരാണ്? സൈനാണ്. സൈൻ ടി ആണ്. അപ്പോൾ 2 സൈൻ ടി പ്ലസ് സി വരും. ഇനിയിപ്പോൾ ആ സൈനിന് തിരിച്ച് നമുക്ക് എന്താണ് മറ്റേ ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റൂട്ട് ഓഫ് സൈൻ 2x കോസ് 2x ആണ് വരുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് റൂട്ടിൻ്റെ ഉള്ളിൽ സൈനും സൈൻ 2xും പുറത്ത് കോസ് 2x ആണ് dx. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൻ്റ് വരുന്നത്. സോ നമുക്ക് എന്താണ് ആ റൂട്ടിൻ്റെ ഉള്ളിൽ ആരാ കിടക്കുന്നത്? സൈൻ 2x കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് കിടക്കുന്ന ആരാണ്? കോസ് 2x ആണ്. അത് കാരണം നമുക്ക് എന്താണ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? സൈൻ 2x എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 2t dt ഈക്വൽ ടു സൈൻ 2x ഇൻറ്റു 2 dx എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലേ നമുക്ക് എന്താ ഉണ്ടാവുക? സൈൻ 2x അല്ല, സൈൻ അല്ല കേട്ടോ, ഇവിടെ കോസാണ് വരിക. കോസ് 2x എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ കോസ് 2x dx എന്തിട്ടാണ്? ഇപ്പോൾ ടി ഡി ടി ആണ്. അപ്പോൾ നമുക്ക് അതിന് ടി ഡി ടി എന്ന് പുട്ട് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നത് നമ്മൾ ടി സ്ക്വയർ ആയിട്ട് എടുത്തത് സൈൻ 2xനെ, അതായത് ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ആളതിനെ ടി സ്ക്വയർ ആയിട്ട് എടുത്തു. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 2t dt ആണ്. ദെൻ സൈൻ 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 2 കോസ് 2x ആണ്. അപ്പോൾ നമ്മൾ എന്താണ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ടി ഡി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി? കോസ് 2x dx എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ആ ഒരു വാല്യൂവിന് എന്താണ് ടി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റൂട്ട് ഓഫ് നമ്മൾ ആരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ടി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ടി വരും. ദെൻ ടി ഇൻറ്റു ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ടി സ്ക്വയർ ഡി ടിയുടെ ഇൻ്റഗ്രൽ എന്തൊട്ടാണ്? ടി സ്ക്വയർ ഡി ടിയുടെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ 3 ആണ് വരിക. വിച്ച് ഇംപ്ലൈസ് 1/3 ഇൻറ്റു ടി ക്യൂബ് എന്താ വരിക? നമുക്ക് എന്താണ് ഇവിടെ ടി ക്യൂബ് എടുക്കേണ്ടത്? നമുക്ക് ടി സ്ക്വയർ എന്താണെന്ന് അറിയാം, അത് സൈൻ 2x. അപ്പോൾ സൈൻ 2x ദെൻ എന്താണ് ഒരു ടിയും കൂടി വരില്ലേ? അപ്പോൾ ഒരു റൂട്ട് സൈൻ 2x എഴുതുക. ഇതെന്താണ്? ഇത് സൈൻ 2x ദ ഹോൾ റൈസ് ടു 1 ആണ്. ഇത് സൈൻ 2x ദ ഹോൾ റൈസ് ടു 1/2 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് സൈൻ 2x ദ ഹോൾ റൈസ് ടു 1 + 1/2 എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക? അത് 3/2 എന്ന് വരും. 3/2 എന്ന് വരും പ്ലസ് സി. അപ്പോൾ ദെൻ പുറത്തൊരു 1/3 കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് എന്തൊക്കെയാണ്? 1/3 ഇൻറ്റു സൈൻ 2x ടു ദ പവർ 3/2 പ്ലസ് സി എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ എന്താണ്? കോസ് എക്സ് ബൈ 1 കോസ് എക്സ് ഡിവൈഡ് ബൈ 1 റൂട്ട് 1 + സൈൻ എക്സ് ആണ് വരുന്നത്. അപ്പോൾ കോസ് ബൈ റൂട്ട് 1 + സൈൻ. ആൻസർ എന്താ വരിക നോക്കാം. അപ്പോൾ കോസ് എക്സ് ബൈ 1 + സൈൻ എക്സ് dx ഇൻ്റഗ്രൽ. അപ്പോൾ എന്താ വരിക? ഇതിനകത്ത് നമുക്ക് സൈൻ എക്സ് എന്തൊട്ടാണ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ 1 + സൈൻ എക്സ് ഈസ് ഈക്വൽ ടു യു എന്ന് കൊടുക്കുക. ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക? സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡി യു ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഡി യു നമ്മളവിടെ ഇട്ട് കൊടുത്തു. ദെൻ റൂട്ട് ഓഫ് നമ്മൾ ആരുടെ അടുത്തുണ്ടായിരുന്നു? യു ആണ് ഇൻ്റഗ്രൽ. അപ്പോൾ എന്താ വരിക? റൂട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കത് എന്താണ്? ഇതിനെ നമുക്ക് u raised to -1/2 എന്ന് എഴുതാം. ഇതെന്താണ്? u raised to -1/2 എന്ന് അങ്ങനെ എഴുതാം ഇൻറ്റു ഡി യു. അപ്പോൾ എന്താ വരിക? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/2 + 1 വരും. അപ്പോൾ u raised to 1/2 വരും. u raised to 1/2 ഡിവൈഡ് ബൈ 1/2 എന്ന് വരും. അപ്പോൾ ഈ 1/2 എന്താണ്? ഇങ്ങോട്ട് വരുമ്പോൾ 2 വരും. അപ്പോൾ എന്താണ്? 2 റൂട്ട് യു വരും പ്ലസ് സി എന്ന് വരും. പിന്നെ റൂട്ട് യുവിന് നമ്മളെന്താ അല്ലെങ്കിൽ യുവിന് നമ്മളെന്താ എടുത്തിട്ടുള്ള 1 + സൈൻ എക്സ് ആണ്. 2 റൂട്ട് 1 + സൈൻ എക്സ് പ്ലസ് സി എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? കോട്ടെക്സ് ലോഗ് സൈൻ എക്സ്. ഇതെന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എന്തൊട്ടാണ്? ലോഗ്
ലോഗ് സൈൻ എക്സിനെ നമ്മൾ എന്താണ് ഈക്വൽ ടു യു എന്ന് എടുത്തു. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സിൻ്റെ ആൻസർ എന്താണ് 1/sin x ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആരാണ്? കോട്ട് എക്സ് ആണ്. കോട്ട് എക്സ് ഡി എക്സ് എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് യു എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ കോസ് എക്സ് ഡി എക്സ് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്തെന്ന് കൊടുക്കുക? ഡി യു എന്ന് കൊടുക്കാം. അപ്പോൾ യു ഡി യു എന്താ വരിക? u²/2 പ്ലസ് സി വരും. ദെൻ നമ്മുടെ യു ആരാണ്? ഇവനാ ലോഗ് സൈൻ എക്സാ. അപ്പോൾ നമുക്ക് അവിടെ സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. /2 പ്ലസ് സി. ആൻസർ എന്തുട്ടാണ്? 1/2 ഇൻറ്റു ലോഗ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 29 കഴിഞ്ഞു. അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. അപ്പോൾ നമ്മൾ 1 പ്ലസ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കുക? യു എന്ന് എടുക്കുക. ദെൻ ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? കോസിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇവിടെ എന്താ വരിക? സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. സൈൻ എക്സ് ഡി എക്സ് എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടി ഉണ്ടാവും. ആ മൈനസ് ഞാൻ അവിടെ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ആര് കിട്ടി? മൈനസ് ഡി യു എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ 1 പ്ലസ് ടാൻ എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 പ്ലസ് ടാൻ എക്സിനെ നമുക്ക് യു എന്ന് എഴുതാം. അപ്പോൾ മൈനസ് പുറത്തെടുത്തു നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് പുറത്തെടുത്തു. ഇൻറ്റഗ്രൽ 1/u du ദാറ്റ് ഈസ് എന്ത് വരും? ലോഗ് യു എന്ന് വരും അല്ലേ? അപ്പോൾ എന്താ? മൈനസ് ഓഫ് ലോഗ് മോഡ് യു എന്ന് വരും. മോഡ് യു പ്ലസ് എന്തുട്ടാണ്? സി അല്ലേ? ഇനി നമ്മളെന്താ ആർക്കെടുത്തിട്ടുണ്ടായിരുന്നു? അത് 1 പ്ലസ് കോസ് എക്സിനാണ്. 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്ന് വന്നിട്ടുണ്ട്. ലോഗ് യു ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് ലോഗ് എക്സ് പ്ലസ് എ, അതായത് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അല്ല 0 അല്ല, എന്താണ് നമ്മുടെ ആൻസർ? മൈനസ് ലോഗ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് 31ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റഗ്രൽ ഡി എക്സ്. അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രൻ്റ് എന്താണ്? സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ആണ്. ഞാൻ കോസ് എക്സിനെ 1 പ്ലസ് കോസ് എക്സിനെ യു ആയിട്ട് എടുത്തു. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 പ്ലസ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ മൈനസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സോ നമ്മുടെ എന്താണ്? നമ്മുടെ ഇൻറ്റഗ്രൻറ്റിൽ ആരുണ്ട്? സൈൻ എക്സ് ഡി എക്സ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് മൈനസ് ഡി യു എന്ന് പുട്ട് ചെയ്യാം. ദെൻ 1 കോസ് എക്സിനെ നമ്മൾ എന്താ എടുത്ത്? യു എന്ന് അടുത്ത്. അപ്പോൾ അതിനെ യു സ്ക്വയർ എന്നിടാം. അപ്പോൾ യു സ്ക്വയർ ആകുമ്പോൾ അതിനെന്താണ്? യു റൈസ് ടു -1 ഡിവൈഡഡ് ബൈ -1. അപ്പോൾ ഈ -1 പുറത്തുണ്ടായിരുന്നല്ലോ, ഇത് ക്യാൻസലായി പോവും. അപ്പോൾ എന്ത് വരും ആൻസർ? യു റൈസ് ടു -1 ദാറ്റ് ഈസ് 1/u ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 നമ്മുടെ യു എന്താണ്? 1 പ്ലസ് കോസ് എക്സ് ആണ്. സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ? പ്ലസ് സി എന്നും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തത് 1/1 പ്ലസ് കോട്ടെക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കെന്താണ്? ഈ കോട്ടെക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ മേലെ എന്താണ്? ഇൻ്റഗ്രൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിലാരും എന്താണ്? കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കാണാനില്ല. 1 പ്ലസ് കോട്ടെക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? കോട്ടെക്സിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. കോട്ടെക്സ് എന്താണ്? കോട്ടെക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം?
കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ഇനി ഈ സാധനത്തിന് എങ്ങനെ എഴുതാം നമുക്ക്? ഇതിനെ എന്താണ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ആ സൈൻ എക്സിനെ എടുത്തിട്ട് നമുക്ക് എന്താ എഴുതാം? മേലൊക്കെ എഴുതാം. അപ്പം എന്തായി? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ആരെങ്കിലും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ എടുത്തു എന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് ടേംസ് കുറവിട്ട് നമുക്ക് ഇൻ്റഗ്രൻറ്റിൽ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരിക്കും. സോ അങ്ങനെ ഒരു ടേം ഒന്നും മേലെ കിടക്കുന്നില്ല. അപ്പോൾ എന്താണ് നമുക്ക് ആ ടേംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ്റഗ്രൻറ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് വരുമ്പോൾ അവിടെ 1/√1 പ്ലസ് എക്സ് സ്ക്വയർ കിടക്കുന്നുണ്ട്. അങ്ങനെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇൻ്റഗ്രൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ അത് വേറൊരു മോഡലാണ്. അപ്പോൾ എന്താ പറയുക, അത് വേറൊരു മോഡലായതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് അത് വേറെ ആയിട്ട് നോക്കി പഠിക്കുക. എവിടെ ആര് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ആരേനെ നമ്മൾ ആഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാന്ന് പറഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡെറിവേറ്റീവ് അവിടെ ഇൻ്റഗ്രൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതിനെ ഡി ടി പുട്ട് ചെയ്ത് വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ആവശ്യമുള്ളതൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കണം ഇതിനകത്ത്. അപ്പോൾ ആദ്യം എന്താണ്, ഇതിനെ 2 sin x ആക്കുക. നമ്മുടെ ന്യൂമറേറ്ററിനെ 2 sin x ആക്കുക. അപ്പോൾ ഒരു 1/2 പുറത്തെടുക്കുക. എന്നിട്ട് ഈ 2 sin x ഉണ്ടല്ലോ ഇങ്ങനെ എഴുതുക, sin x പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതുക. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് 2 sin x. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതേ ഈ സാധനത്തിൻ്റെ എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും കോസിൻ്റെ ഒരു ടേം വരും. നമുക്ക് ന്യൂമറേറ്ററിൽ ഇപ്പോൾ ആകെ സൈനിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മൈനസ് കോസ് എക്സും ഒരു പ്ലസ് കോസ് എക്സും നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എന്തായിട്ടുണ്ട്, സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഈ മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്തായിരിക്കും, 2 sin x ആയിരിക്കും. നമ്മൾ 1/2 പുറത്തെടുത്ത കാരണം എന്താണ്, ആകെ സൈൻ എക്സ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മുടെ ഇൻ്റഗ്രൻ്റ് ഉണ്ടായിരുന്നത്. ഇനി എന്താണ്, നമ്മൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആരാണ് ശരിക്ക്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവരെന്നെ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം, ഇപ്പോൾ നമുക്ക് സൈൻ എക്സ് ഒരുമിച്ചും കോസ് എക്സ് ഒരുമിച്ചല്ലേ കിടക്കണ്. അതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതണം. എന്താണ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. പിന്നെന്താണ്, ഇനി ബാക്കിയുള്ള ആൾക്കാർ ആരാണ്, പ്ലസ് കോസ് എക്സ് ഉണ്ട് പ്ലസ് സൈൻ എക്സ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. 1/2 പുറത്ത് നിർത്തിയിട്ട് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട്. അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്താണ്, അതിനെ 1dx എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ 1dx അത് നമ്മളിവിടെ എഴുതി. വേണമെങ്കിൽ നമുക്ക് ആ 1/2 ഇവിടെ എഴുതി കൊടുക്കാം. ഇനി എന്താണ്, ഇതിനെ ശ്രദ്ധിക്കുക. ഇതിനെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കിടക്കുന്നുണ്ട്, മേലെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, ഈ സൈൻ എക്സ് പ്ലസ് ഡിനോമിനേറ്റർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ നമ്മളെന്താണ് ടിന്ന് പുട്ട് ചെയ്തു. ഇനി എന്താണ്, ഡി ടി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഇപ്പോൾ നമുക്കെന്താണ്, ഇതിനകത്തുനിന്ന് ഇനി എന്താ, ഒരു മൈനസിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും, മൈനസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മൈനസിനെ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഇവിടുന്ന് ഇതിനകത്തുനിന്നൊരു മൈനസ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു മൈനസ് ഇടുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് അത് കിട്ടി. അപ്പോൾ എന്താണത്, നമ്മുടെ ഇവിടുത്തെ ന്യൂമറേറ്ററാണ്. സോ എന്താ, നമുക്കതിനെ ഡി ടി മൈനസ് ഡി ടി എന്ന് പുട്ട് ചെയ്താൽ മതി. ബാക്കി ഡി ടി ബൈ ടി. അപ്പോൾ -1/2 നമ്മൾ പുറത്തെഴുതി.
അപ്പോൾ ഇനി എന്തുട്ടാണ്, ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 1/t ആണെന്നുണ്ടെങ്കിൽ മൈനസ് നമ്മൾ പുറത്ത് എഴുതിയിട്ടോ. അപ്പോൾ 1/t dt എന്താണ്, അത് ലോഗ് ടി. അപ്പോൾ -1/2 ലോഗ് ടി പ്ലസ് സി എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി എന്താണ്, ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ 1dx ഉണ്ട്, അതിനെന്താണ് അത് x/2 എന്ന് വരും. അപ്പോൾ നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്തെന്ന് വരും, x/2 മൈനസ് 1/2 ലോഗ് ആ ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലത്തെ മോഡലാണ്. ഇവിടെ എന്തായിരുന്നു, 1/1 പ്ലസ് കോട്ടെക്സ് ആയിരുന്നു. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളായിട്ട് കുറച്ച് ടേംസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരുന്നില്ല, മനസ്സിലാവും ഉണ്ടല്ലോ. ഓരോ വീഡിയോയിലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയാറുണ്ട്. എന്താണ്, ഓരോ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് സാധാ അങ്ങോട്ട് ചെയ്ത് പോകാൻ നമുക്ക് പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താണ് പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല എന്നറിയാം, എന്നാലും ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഇപ്പോൾ ടിപ്സ് ഒന്നുമല്ല, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാനറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാനറിയാം, അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇല്ല. എന്താണ്, ഒരു പ്രോബ്ലം ചെയ്ത് തീരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ നമുക്ക് എന്താണ് വേറെയും കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് പോകണം, എന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1/1 മൈനസ് ടാൻ എക്സ്. അപ്പോൾ എന്താ 1/1 മൈനസ് ടാൻ എക്സ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്താണ് ഓരോ മോഡൽ പുതിയ മോഡലുകൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസും എക്സസൈസും മാത്രമേ ഈ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എക്സസൈസ് ചെയ്യുക, എക്സാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അത് ടെക്സ്റ്റിൽ നോക്കി അങ്ങോട്ട് ചെയ്താൽ മതി. ഇനി എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, ഏതെങ്കിലുമൊക്കെ പോയിന്റിലെത്തുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, വേറെ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. മാത്സ് ആയതുകൊണ്ട് ഇപ്പോൾ ലാംഗ്വേജ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് മാത്രം കണ്ടാൽ മതി, അത് എഴുതിയെടുത്താൽ മതി. സോ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, 1/1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, 1/sin x മൈനസ് കോസ്. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ എന്താ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഞാൻ എന്ത് ചെയ്യുന്നു, കോസ് എക്സിൻ്റെ അടുത്ത് മേലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ എന്ന് പറയുമ്പോൾ ഇവിടെ ആൾക്കാർ വേറെയാണ്. ആരായിരുന്നു, ഇവിടെ ടാനായിരുന്നു, പക്ഷേ കോസും സൈനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കോട്ട് വന്നു, നമ്മൾ ചെയ്തു, ടാന് വന്നു. ഇപ്പോൾ അതാണ് നമ്മൾ ചെയ്യണത്. ഇനി ഇവിടെ അഗെയിൻ 2 cos x നമുക്ക് എങ്ങനെ എഴുതണം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. പിന്നെ ഒരു സൈനും ഇവിടെ എന്താ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് ഞാൻ എഴുതി. ഇനി എന്താ ഒരു മൈനസ് സൈൻ എക്സും ഒരു പ്ലസ് സൈൻ എക്സും ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ. എന്താണ് മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് 0, കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 2 cos x, പിന്നെ 1/2 പുറത്തെടുത്തിട്ടുണ്ട്. സോ ആകെ എന്താണ് കോസ് എക്സ്. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അതെന്താണ് 1/1 മൈനസ് ടാൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് തന്ന സാധനം വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ ഒരു പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. സോ ഇനി ഈ കിടക്കുന്ന സാധനം എന്തുട്ടാണ്, അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ കോസ് എക്സ് ഈ മൈനസ് സൈൻ എക്സ് അതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 1/2 പുറത്തെടുത്തി, പ്ലസ് ഇനി എന്താ 1/2 ഇൻറ്റു ഇനി ആരുള്ളത് നമ്മൾ ഈ കോസ് എക്സ് കൊടുത്തു, ഈ മൈനസ് സൈൻ എക്സ് കൊടുത്തു. അപ്പോൾ ഇനി എന്താ ഉള്ളത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഇവരെ അങ്ങോട്ട് വെട്ടിക്കളയുക. അപ്പോൾ ഇവിടെ x/2 എന്ന് വരും. അതായത് ഇവിടെ 1dx ആണ് വരിക. 1dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാണ്, ഇൻ്റഗ്രൽ 1dx x ആണ്, പിന്നെ പുറത്തുള്ള 1/2, അപ്പോൾ x/2 പ്ലസ് ഇനി ഇവിടെ എന്താ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്
അപ്പോൾ അതിനെ നമ്മളൊരു ടീന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി ടി ഈസ് ഈക്വൽ ടു കോസ് എന്തായിരിക്കും മൈനസ് സൈൻ എക്സ് ആയിരിക്കും പ്ലസ് അല്ല മൈനസ്. അപ്പോൾ സൈൻ എക്സ് എന്തായിരിക്കും കോസ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മൈനസിനെ ആകെ അങ്ങോട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ ഒരു മൈനസ് എടുക്കുന്നുണ്ട്. ആ മൈനസിന് എന്താണ് ഇവിടെ പുറത്തേക്ക് എഴുതി. അപ്പോൾ നമ്മൾ ഈ മൈനസിനെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്തായിട്ടുണ്ട് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് നമ്മുടെ ഡി ടീനെ മൈനസ് ഡി ടി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് നമുക്ക് ടീന്ന് പുട്ട് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ -1/2 മൈനസ് ആ മൈനസിനെ ഞാൻ അങ്ങോട്ട് പുറത്തെടുക്കുകയാണ് കേട്ടോ. ഈ മൈനസിനെ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് -1/2 ആയി. ഇനി 1/t ഡി ടി ഇൻ്റഗ്രൽ 1/t ഡി ടി എന്താണ് ലോഗ് ടി. അപ്പോൾ ലോഗ് ടിക്ക് ആരേനെ കൊടുക്കുക. നമുക്ക് താഴെ എന്തൊക്കെ ഇടുന്നിരുന്നു എന്തൊട്ടായിരുന്നു സൈൻ ആകുമ്പോൾ സൈൻ ബൈ ആണ് കോസ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആൻസർ തന്നെ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് സീന്നും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ്? അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ. റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അങ്ങനെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ കിടക്കുന്നത്. ന്യൂമറേറ്ററിൽ ഒരു റൂട്ട് ടാൻ എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെന്താണ് ഇപ്പോൾ ഈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് ഇവിടെ ഒരു കോസ് എക്സ് എന്ന് എഴുതുക. ഇപ്പോൾ ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തായിട്ടുണ്ട്? അത് ടാൻ എക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്ന ആളാരാണ്? കോസ് സ്ക്വയർ എക്സ് ആണ്. കോസ് സ്ക്വയർ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 1/6 സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 1/6 സ്ക്വയർ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ടാൻ എക്സ് ബൈ 6 സ്ക്വയർ എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് മേലേക്ക് എടുത്തെഴുതാം. 6 സ്ക്വയർ എക്സ് എന്ന് എഴുതി ഡി എക്സ്. ഇനി ന്യൂമറേറ്ററിൽ അപ്പോൾ ആരും കൂടി ഉണ്ട്. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ടാൻ എക്സ് മാത്രമുണ്ട്. ന്യൂമറേറ്ററിൽ റൂട്ട് ടാൻ എക്സ് 6 സ്ക്വയർ എക്സ് എന്നുണ്ട്. ഇനി എന്താണ് ഈ ടാൻ എക്സ് ഉണ്ടല്ലോ, നമുക്ക് അതിനെ വെട്ടിക്കളയുക. അതായത് റൂട്ട് ടാൻ എക്സും ഡിനോമിനേറ്ററിൽ ഒരു ടാൻ എക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് ടാൻ എക്സ് ആകെ എഴുതാം. ഇനി എന്തുട്ടാണ് കിടക്കുന്നത്? ഇനിയിപ്പോൾ നമുക്ക് 6 സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഉണ്ട്. നമുക്ക് ടാൻ എക്സിനെ നമുക്കൊരു യൂന്ന് കൊടുക്കുക. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് ഒരു യൂന്നാ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഡി കൊടുത്തു കഴിഞ്ഞാൽ അതായത് ടാനിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? 6 സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ 6 സ്ക്വയർ എക്സ് ഡി എക്സ് നമുക്ക് ഓൾറെഡി നമ്മുടെ ന്യൂമറേറ്ററായിട്ട് കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം അതിനെ. ഇപ്പോൾ ഈ സാധനം മൊത്തമായിട്ട് എന്തായിട്ടുണ്ട്? സാധനം നിങ്ങൾ പറയരുത്, ഇൻറ്റഗ്രേറ്റ് എന്ന് പറയണം കേട്ടോ. ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോണതാണ്. അത് ഇവിടുന്ന് വായിൽ കയറിയതാണ്. മനസ്സിലാവുണ്ടോ? സാധനം എന്ന് പറഞ്ഞു പഠിക്കരുത്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് യുവിനെ നമുക്ക് എന്തെഴുതാം? അതായത് 1/√u നെ u റൈസ് ടു -1/2 എന്ന് എഴുതാം. ഇനി അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? +1 എന്താ കിട്ടുക? u റൈസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1/2 കിട്ടും. അപ്പോൾ എന്താകും? 2u റൈസ് ടു 1/2 എന്ന് കിട്ടും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × റൂട്ട് യു എന്ന് എഴുതാം. ഇനി ഞാൻ യുവിനെ ആരായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? അതിനെ ടാൻ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് സി. അപ്പോൾ എന്താണ് 2 √ tan x + c എന്നാണ് നമ്മുടെ ആൻസർ വന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ആരാ കിടക്കുന്നത്? 1 + log x ² x. അപ്പോൾ ഇത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് എന്ത് സ്പെഷ്യൽ 2013 എന്ന്.
സോ ഈ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൾ എഴുതിയതായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 1 + log x ² x. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്ത് ആ log xൻ്റെ ഡെറിവേറ്റീവ് അവിടെ എടുക്കുന്നുണ്ട്. ² x ഇൻറ്റഗ്രൽ dx. ഇതിനകത്തുനിന്ന് ഇനി എന്താ 1 + log x u എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് du = 1/x dx. അപ്പോൾ 1/x dx ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യുക, du എന്ന് കൊടുക്കുക. ഇനി u² എന്ന് കൊടുക്കുക. h എന്തെന്ന് കിട്ടും നമുക്ക്, u³ എന്ന് വരും. u³ + c എന്ന് വരും. ഇനി യുവിന് ആര് കൊടുക്കുക, 1 + log x ⁻³ then 1/3 × 1 + log x ⁻³ + c എന്ന് കൊടുക്കുക. സിമ്പിളായിട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ്, x + 1 × x + log x ² x. ഇവിടെയും എന്തുണ്ട്, ആ log x കണ്ടാൽ നോക്കാണ്. അവിടെ അടിയിൽ ആര് കിടക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ ലോഗിൻ്റെ ഡെറിവേറ്റീവ് കിടക്കുന്നുണ്ട്. അപ്പോൾ x + 1 × x അല്ലേ, x ആവണ x + log x ² x. സോ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ചെയ്യും നോക്കാം. x + log x = u, ദാറ്റ് ഈസ് du = 1 + ആരാണ് log xൻ്റെ ഡെറിവേറ്റീവ് 1/x dx. ഇനി x + 1/x dx എന്ന് എഴുതാം നമുക്ക്. du = എന്തെന്നാ, x + 1/x dx. അപ്പോൾ ഇവിടെ x + 1/x dx എന്താണ് നമ്മുടെ ഇൻ്റഗ്രൻറ്റിലുണ്ട്. സോ അതിനെ നമുക്ക് ഡയറക്റ്റ് du എന്ന് കൊടുക്കാം. ഇനി x + log xനെ നമ്മൾ എന്താ എടുത്ത്, u, ദാറ്റ് ഈസ് u² എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ u² നേരത്തെ പോലെ u³ എന്ന് വന്നു. അപ്പോൾ u³ അഗെയിൻ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1/3 × ആരാണ്, x + log x ⁻³ + c. ഇതല്ലേ ആൻസർ വരണേ. അപ്പോൾ 1/3 × എന്താണ്, x + log x ⁻3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ x³ sin tan 1 x⁴ / 1 + x⁸. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. എന്തൊക്കെയാണ്, x³ ഉണ്ട്, സൈനിൻ്റെ ഫംഗ്ഷനായിട്ട് tan 1 x⁴ ഉണ്ട്, /1 + x⁸ ഉണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നു, വല്ല ഓർമ്മ ഉണ്ടോ? ഇല്ല. സൈന് tan 1 x⁴ /1 + x⁸. ഒരാളും കൂടി ഉണ്ടല്ലോ ഇവിടെ, x³ x³ തന്നെ. അപ്പോൾ ഇതാണ് ആര് തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഇനിയിപ്പോൾ tan 1 ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൽ tan 1 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, മിക്കവാറും അവരതിൻ്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടാനിൻ്റെ മീൻസ് tan 1 x ആണെങ്കിൽ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. ഇവിടെ tan 1 x⁴ എടുക്കുന്നത് കൊണ്ട് താഴെ ആരെയും നോക്കുക, x⁸ ഉണ്ട്, തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ആരെയും എടുക്കുക, tan 1 x = x⁴ u എന്ന് എടുക്കുക. ദാറ്റ് ഈസ് എന്ത് വരും, 1/1 + x⁸. ഇനി ഈ x⁴ അതിനെ നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 4x³ എന്ന് വരും. ഇനി ഒന്നും കൂടി നോക്കിയേ, ഇപ്പം എന്തായിട്ടുണ്ട്, അതിൽ x³ / 1 + x⁸ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനം അവിടെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഈ 4 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, du/4 അവിടെ എടുക്കുക. du/4 = x³ dx x³ / 1 + x⁸ × dx അങ്ങനെ എടുത്തു. അതിന് നമുക്ക് എന്താണ് du/4 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് 1/4 × എന്താണ് du, പിന്നെ സൈൻ ഓഫ് ആരാണ്, സൈനിൻ്റെ ഫംഗ്ഷൻ അല്ലേ നമ്മുടെ tan 1 x⁴ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ സൈനിൻ്റെ
ഇൻ്റഗ്രൽ ആരാണ്? കോസാണ്. കോസ് അല്ല, മൈനസ് കോസ് ആണ് കേട്ടോ. മൈനസ് കോസ് യു പ്ലസ് സി 1/4 ഉണ്ട് ഇവിടെ. -1/4 കോസ് യു പ്ലസ് സി എന്ന് വന്നു. ദാറ്റ് ഈസ് -1/4 ഇൻറ്റു കോസ് യു ആരായിരുന്നു? ടാൻ ഇൻവേഴ്സ് x⁴ ആയിരുന്നു പ്ലസ് സി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ചൂസ് ചെയ്താൽ മതി. ചെയ്യാണ്ട് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എളുപ്പമായി. അതല്ലെങ്കിൽ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം. ഇനി ആ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. ചൂസ് ദി കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസസ് 38 ആൻഡ് 39. സോ നമ്മുടെ ഇൻ്റഗ്രൻറ്റ് എന്താണ്? അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 10x⁹9 പ്ലസ് 10x⁹ അവിടെ ആരുമില്ല, ഉണ്ടോ? ഉണ്ട്, 10x. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കുറച്ച് ബ്ലറായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് 10x⁹9 പ്ലസ് 10x log e. കാണാനില്ല അത് കേട്ടോ. ലോഗ് അപ്പോൾ ചോദ്യം വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 10x⁹9 പ്ലസ് 10x log e 10 ആണ് വരുന്നത് ബൈ 10x⁻10 പ്ലസ് 10x എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യനും അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഗസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഒരു 25% ശരിയാവാനുള്ള സാധ്യത ഉണ്ട്, 75% തെറ്റാനുമുള്ള സാധ്യത ഉണ്ട്. സോ പോവാം. 10x⁻9 പ്ലസ് ആരാ? 10x log e 10 dx ഡിവൈഡഡ് ബൈ ആരാണുള്ളത്? x⁻10 പ്ലസ് 10x അല്ലേ? അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയണേ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൻ്റ് എന്ന് പറയണേ. സോ നമുക്ക് x⁻10 പ്ലസ് 10x നമുക്കെന്ത് ഒരു u എന്ന് എടുക്കുക. du = ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10x⁻9 പ്ലസ് ഇനി ബൻ ആരാണ്? a⁻x ആണ്. എന്താ വരിക? a⁻x log എന്നാ വരിക. അപ്പോൾ എങ്ങനെ എഴുതണം? 10x log e 10 അങ്ങനെ എഴുതി. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സാധനം എന്താണ് അവിടെ കിടക്കുന്നുണ്ട്? ഞാൻ വേഗം പറയുന്നു, സാഗന്തനെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിക്കരുത്. അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിച്ചു. അപ്പോൾ അതെൻ്റെ വായിൽ നിന്ന് പോണില്ല, കേട്ട് പഠിച്ചതാ. അപ്പോൾ ശ്രദ്ധിക്കുക അത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ലോഗ് ആരാണ്? ലോഗ് യു പ്ലസ് സി എന്ന് വരും. അപ്പോൾ ലോഗ് യു ആരാ? x⁻10 പ്ലസ് 10x പ്ലസ് സി. അപ്പോൾ ഇതുപോലത്തെ ഓരോ പേരുകൾ, ഓരോ സാധനം അങ്ങനെയൊക്കെ നമ്മൾ മാത്സിൽ ഉപയോഗിച്ച് പഠിക്കരുത്. അതങ്ങനെ കൂടെ പോരും. അടുത്തത് ഇൻ്റഗ്രൽ dx ബൈ sin² x ഇൻറ്റു cos²x. നിങ്ങൾ ടീച്ചർമാരെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവരിതുപോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോ സാധനങ്ങൾ പറയുന്നുണ്ടാവും. അത് നമ്മുടെ വായിൽ കയറുന്നുണ്ടാവും. സോറി, നമ്മൾ ആൻസർ പറഞ്ഞില്ലല്ലോ. ആൻസർ വരുന്നത് ലോഗ് 10x പ്ലസ് x⁻10 പ്ലസ് സി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനില്ല, അവർ ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. അപ്പോൾ എക്സാമിന് ഇതുപോലെ വരും. അപ്പോൾ നമ്മളത് മാർക്കരുത്, ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ അതും വിട്ടു പോകും. അപ്പോൾ നമുക്കെന്താണ് ഡിനോമിനേറ്ററിൽ sin² ഉണ്ട് cos² ഉണ്ട്. നമുക്കെന്താ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എത്തണം. ഇപ്പോൾ നമുക്കെന്താണ് ഇങ്ങനെ എഴുതുക. നമുക്ക് ഇവിടെ ഇപ്പോൾ sin² ഇൻറ്റു ഇതിനെ cos² എന്നാക്കി ഇതിനെ 2ആയിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഇതെന്താണ്? ഇൻ്റഗ്രേഷനിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഡബിൾ ഇൻ്റഗ്രലായിട്ട് മാറും. സോ നമുക്കെന്താണ് ഇങ്ങനെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷന് നമുക്കെന്താണ് പ്രോഡക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് പാർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അതുപയോഗിച്ച് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് ആർക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു sin² x പ്ലസ് cos² x
ഇട്ട് കൊടുക്കുക. ഇതെന്താ, ഇത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ 1dx ഉള്ളൂ. സോ നോ പ്രോബ്ലം. ദെൻ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ എന്തായി, ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇപ്പം എന്താ ഉണ്ട് ഇവിടെ? ഇപ്പോൾ എന്താ സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. അതിനെ രണ്ടിനും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ 1 കോസ് സ്ക്വയർ എക്സ്. ഈ 1 കോസ് സ്ക്വയർ എക്സ് ആരാ? അവൻ സീക്ക് സ്ക്വയർ എക്സ് ആണ്. പ്ലസ് ഇനി ഇവിടെ നോക്കിയാൽ ഈ കോസ് സ്ക്വയർ എക്സും വെട്ടിക്കളഞ്ഞാൽ 1 സൈൻ സ്ക്വയർ എക്സ് അവൻ ആരാ? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് വന്നിട്ടുണ്ട്. ഇനി ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ആരാ വരിക? മൈനസ് കോട്ട് എക്സ് ആവും. ദെൻ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് നമുക്കറിയാം ടാൻ എക്സ്. അപ്പോൾ എന്തായി? ടാൻ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇതേതാ നമ്മുടെ ആൻസർ ആയിട്ട് വരണേ? ഓപ്ഷനിൽ ബി ആണ് വരണേ. അപ്പോൾ ഈ ഒരു വലിയ എക്സസൈസ് 39 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളത് അത് വേറെ വെറൈറ്റി. പക്ഷേ അതിനകത്ത് നമ്മളേതൊക്കെ ചെയ്തത് ആ ഒരു 30ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ഇങ്ങോട്ട് ഒരു എന്താണ് കുറച്ച് ട്രിക്ക് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഈ പരീക്ഷയാകുമ്പോഴേക്കും ഇത്രയും ട്രിക്ക് മൊത്തം പഠിച്ച് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. നമുക്കിപ്പോൾ എന്താ പാർട്സ് അല്ല, ഇതിപ്പോൾ എന്തൊട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ലോഗ് വരികയാണെങ്കിൽ അവിടെ നോക്കുക 1/x കിടക്കുന്നുണ്ടോ നോക്കുക. അതുപോലെ ടാൻ വരികയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് വരികയാണെങ്കിൽ 1/1 + x² കിടക്കുന്നുണ്ടോ നോക്കുക. അതുപോലെ സൈൻ ഇൻവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ റൂട്ട് 1/1 റൂട്ട് എന്തുട്ടാണ് 1/1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 - x² ഉണ്ടോ. അതുപോലെ അതിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഞാൻ സാധനം എന്ന് പറയാൻ പോകുന്നു. സാധനമല്ല, അതിൻ്റെ ഡെറിവേറ്റീവ് കെടുക്കണുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ എന്താണ് ഇതുപോലെ എന്തെങ്കിലും ട്രിക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു 30ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടുള്ള ഇങ്ങനെ സാധനങ്ങൾ നമ്മളെന്താണ് കുറച്ച് ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു. ഇതിനകത്ത് ഈ എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു 7.2. ബാക്കി എക്സസൈസുകൾ ബാക്കി വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ +1 തൊട്ടിട്ട് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് തൊട്ടിട്ട് വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരും കാണണമെന്നില്ല. ഒരു വീഡിയോന് ഒരു വ്യൂ പോലും ഇല്ല. അതന്നെ ഞാൻ കാണുന്നതാണ്. ബോറടിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണുന്നതാണ്. അപ്പോൾ പറ്റുവെച്ചെങ്കിൽ കാണുക. ഇനിയിപ്പോൾ എക്സാമൊക്കെ അല്ലേ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.